എറണാകുളം ജില്ലയിൽ പിറവത്തിനും കൂത്താട്ടുകുളത്തിനും ഇടയ്ക്കുള്ള ഇലഞ്ഞി പഞ്ചായത്തിലാണ് കൂരുമല. സമുദ്രനിരപ്പിൽ നിന്നും 189 മീറ്റർ ഉയരത്തിൽ ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഇടനാടൻ കുന്നാണിത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ കൂരുമലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ എറണാകുളം ജില്ല മാത്രമല്ല, തൃശ്ശൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളും കാണാനാവും. വിസ്മയകരമായ ഈ വിശാല ദൃശ്യത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വിനോദസഞ്ചാരികൾ ഇവിടെ വന്നു പോകാറുണ്ട്. മനോഹരമായ ഈ കുന്നിന്മേലും അതിനു ചുറ്റുമുള്ള നാട്ടിൻപുറത്തുമുള്ള ജനങ്ങൾ ഇന്ന് വാശിയേറിയ ഒരു സമരത്തിലേർപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ ഗ്രാമജീവിതത്തിലെ നിതാന്തസുന്ദരമായ നിശബ്ദ സാന്നിധ്യമായി ഉയർന്നു നിൽക്കുന്ന തങ്ങളുടെ അതിജീവനത്തിൻ്റെ ഉറവ കൂടിയായ ഈ മലയെ സംരക്ഷിക്കുവാനുള്ള വീറുറ്റ ഒരു സമരത്തിൽ പലവട്ടം നാം കയറിയതും ഈ മലയുടെ നെറുകയിൽ തന്നെ കലീകവരതന്റെ പുണ്യക്ഷേത്രമായി പൂങ്കാവനമായി കണ്ടതും ഈ മല തന്നെ. അന്യദേശങ്ങളിലെ പ്രളയത്തിന്റെയും കൊടിയ വറുതിയുടെയും ഭൂകമ്പത്തിന്റെയും എല്ലാം ദുരന്തകഥകൾ നമ്മിൽ ഭീതി ഉണർത്തിയപ്പോഴൊക്കെ നാം ആശ്രയമായി കണ്ട മടിത്തട്ടാണ് ഈ മല. ആ മലയിൽ പാറമണൽ കുടിക്കാനായാലും നാം സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആനന്ദജാഥ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കഠിനാധ്വാനികളായ കർഷകരാണ് ഇവിടുത്തെ നാട്ടുകാർ. എല്ലാവിധ കൃഷികളും ഇവിടെയുണ്ട്. നെല്ലും പച്ചക്കറികളും തെങ്ങും കവുങ്ങും നാണ്യവിളകളായ കുരുമുളകും വാനിലയും പിന്നെ അനവധി ഏക്കറുകൾ നിറഞ്ഞു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ കന്നുകാലികളും കോഴിയും കാടയും തേനീച്ചയുമൊക്കെ വളർത്തുന്നവരുമുണ്ട്. 2-3 ഏക്കർ ഭൂമിയുള്ള കർഷകരാണ് ഏറെയും. കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന കർഷക തൊഴിലാളികളും മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരുമാണ് ബാക്കിയുള്ളവർ. വിറക് പണിക്ക് പോകുന്നവരുണ്ട്, പിന്നെ പാറമട പണിക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പണികളൊക്കെ അവരും ചെയ്ത്, പിന്നെ കുറേശ്ശെ കുടിപ്പണിയൊക്കെ ഉണ്ട് നാട്ടിൽ, അതിനൊക്കെ പോകും. മൊത്തത്തിൽ പറഞ്ഞാൽ പണി വളരെ കുറവാണ്. പിന്നെ റബ്ബർ വെട്ടാണ് പ്രധാനമായിട്ടുള്ളത്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ല് റബ്ബർ കൃഷിയാണെന്ന് തന്നെ പറയാം. കൂരുമലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് ഉദ്ദേശം 2400 ഹെക്ടർ റബ്ബർ തോട്ടങ്ങളുണ്ട്. അടുത്ത കാലത്തായി റബ്ബറിന് മോശമില്ലാത്ത വിലയും കിട്ടുന്നുണ്ട്. വിവിധ കൃഷികളിൽ നിന്നും പ്രത്യേകിച്ച് റബ്ബറിൽ നിന്നും നല്ല വരുമാനം കിട്ടുന്നതിനാൽ മറ്റു രീതിയിലുള്ള പണികളും കച്ചവടവും സേവന മേഖലയിലുള്ള സ്ഥാപനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാം ചേർന്ന് ജനങ്ങൾക്ക് ഒരു വിധത്തിൽ ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടുകൾ ഇലഞ്ഞിക്കാർ തങ്ങളുടെ അധ്വാനത്തിലൂടെ പടുത്തുയർത്തിയിട്ടുണ്ട്. ജനസംഖ്യയിലേറെയും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണിവിടെ. കൂരുപ്പള്ളി എന്ന് വിളിക്കുന്ന ക്രിസ്തീയ ദേവാലയത്തിനും 100 വർഷത്തോളം പഴക്കമുണ്ട്. കൂരുമലയ്ക്ക് ചുവട്ടിൽ തന്നെ തലമുറകൾ പഴക്കമുള്ള അയ്യപ്പക്ഷേത്രമുണ്ട്. മലയ്ക്ക് മുകളിൽ തന്നെ തിരുവള്ളുവരുടെ ഒരു ക്ഷേത്രവുമുണ്ട്. തിരുക്കുറളിൻ്റെ കർത്താവായ തിരുവള്ളുവരുടെ ധർമ്മശാസനങ്ങളും ചിന്തയും പിന്തുടരുന്ന കൂരുമല നിവാസികളുടെ ആരാധനാലയമാണത്. വിതയും കൊയ്ത്തും ഉത്സവങ്ങളുമൊക്കെയായി ഇലഞ്ഞിക്കാർ തങ്ങളുടെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം നയിച്ചു വരുമ്പോഴാണ് കൂരുമല പൊട്ടിച്ചു മണലാക്കാൻ വേണ്ടി ഒരു കമ്പനി വന്നത്. ലക്ഷറി സാൻഡ് കേരള പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ. പാറമട എന്ന് പറയുമ്പോൾ ഏതോ ഒരു വൻ പാർട്ടി വലിയ തോതിൽ ഭൂമി, അളവില്ലാത്ത ഭൂമി എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അത് ആഡംബര മണൽ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു 3-5-6 മാസമായിട്ടുള്ള ഇത്ര സജീവമായിട്ട് ഇത്ര വലിയ പരിപാടിയാണെന്ന് അറിഞ്ഞിട്ട് അതും ചെറിയ വല്ല പാറ പൊട്ടിക്കുന്ന കേസാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ചെറിയ മണൽ നാട്ടിൽ പണ്ട് കാലത്ത് നടന്നിരുന്നല്ലോ. 2-3 വെടി വെച്ച് പാറ ബാക്കി തല്ലി പൊട്ടിച്ച് അതല്ല ഇതുപോലെ വൻ തോതിലുള്ള സംവിധാനമാണല്ലോ അവിടെ. ലോങ് കെ വി ലൈനൊക്കെ വലിച്ച് ഭയങ്കര കെട്ടിടമൊക്കെ പണിത് ഒന്നിനും പരിപാടിയൊന്നുമല്ല. ഒരു പ്രദേശം 10-30 ഏക്കർ സ്ഥലവും മേടിച്ച് അതിൽ കൂടുതലെന്നാണ് തോന്നുന്നത്. അതൊക്കെ മേടിച്ച് അവിടെ ശക്തമായ രീതിയിൽ അവർ തുടർന്ന് നടത്താനുള്ള ഒരു പരിപാടിയിലാണ്.
ഒന്നോ രണ്ടോ പാറ പൊട്ടിക്കുക അങ്ങനെയുള്ള വലിയ സംവിധാനം സ്ഥിരമായിട്ടുള്ള ഒരു രീതിയിൽ അവർ പോണത്. 400 ലോഡ് മണൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മെഷീനറിയാണ്. അപ്പോൾ ഈ 400 ലോഡ് മണൽ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പൊടി എത്രമാത്രം ഉണ്ടാകും? അത് ഈ പ്രദേശത്ത് മുഴുവൻ നമ്മുടെ ഈ മണ്ണിൻ്റെ കണ്ണടച്ച് കളയുകയും അതുപോലെ തന്നെ ആൾക്കാരുടെ ആരോഗ്യത്തെയൊക്കെ ശരിക്കും ബാധിക്കില്ലേ? ആദ്യമൊന്നും നാട്ടുകാർ പാറമടയെ ഗവനിച്ചില്ല. എന്നാൽ പാറമണൽ കമ്പനി ഉണ്ടാക്കാനിടയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി ആശങ്ക തോന്നിയ നാട്ടുകാരിൽ ചിലർ ചേർന്ന് ഒരു പൗരസമിതി രൂപീകരിച്ചു. ഏത് പ്രസ്ഥാനം വന്നാലും അതിനെ എതിർക്കാൻ കുറേ പേരുണ്ടാകും എന്നേ ജനങ്ങൾ കരുതിയുള്ളൂ. ആദ്യം ഇവർ പറഞ്ഞു ഇത് രാഷ്ട്രീയക്കാരുടെ കളിയാണ്, ഇത് പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള കളിയാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ പറഞ്ഞു എൻ്റെ മക്കളെ ഒന്ന് വാ, ഇത് ഇലക്ഷന് വേണ്ടിയുള്ളതാണോ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് അങ്ങനെയുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടേച്ചും പോകും. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ശരിയായിട്ടും ഇത് പടം എഴുതാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം, അപ്പോൾ ഇതേപ്പറ്റി പഠിച്ചിരുന്ന സംഭവം നാട് നശിപ്പിക്കാമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതുപോലുള്ള ഒരു പ്രോജക്റ്റ് വേറെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അത് എവിടെയാണ്, അതിനെക്കുറിച്ച് അതിൻ്റെ രീതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളത് പോയി കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സംയുക്തമായിട്ട് തന്നെ ഒരു വണ്ടി വിളിച്ച് അയ്യമ്പഴ പഞ്ചായത്തിൽ ചുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കണ്ടു. വ്യാവസായിക വികസനത്തിൻ്റെ പെരുമ്പറകൾ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ചുള്ളിയിലെ താന്നിക്കോട് മലയിൽ പോപ്സ് ഗ്രൂപ്പിൻ്റെ എം സാൻസ് എന്ന ഒരു കമ്പനി പാറ പൊട്ടിച്ച് മണലാക്കുന്ന പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ 2005 മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ചുള്ളിയിൽ ഒരു ഭയാനകമായ ശബ്ദവും ഭൂകമ്പവും ഉണ്ടായി. പോപ്സ് കമ്പനി പാറ പൊട്ടിക്കാൻ വെച്ച വെടിയായിരുന്നു അത്. ഞങ്ങളിവിടെ എല്ലാവരും കടയിലിരിക്കായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് കടയിൽ നിന്ന് പുറത്തേക്ക് ആള് ഓടി കിടക്കായിരുന്നു. അതിന് മാത്രം സൗണ്ടും ഈ കസേരയൊക്കെ ഇടുന്ന ഞാൻ ഈ കട്ടിലിൽ കിടക്കാറുന്നു. അപ്പൊ ഏതാണ്ട് വീണത് പോലെ തോന്നി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പെര ആകെ കുലുക്കം. പാത്രങ്ങൾ ഞങ്ങളുടെ മോളിൽ നിന്ന് താഴെ വീണു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടി പുറത്തിറങ്ങി. നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കണേട്ടോ. ഓടി ഞാൻ മുറ്റത്തിറങ്ങി ചേട്ടനെ മുറുക്കി പിടിക്കാതെ. അപ്പൊ അപ്പനുണ്ട്. അപ്പം മരം വെട്ട കോടാലി എറിഞ്ഞാൽ ഇവിടെ എന്തുട്ടാ പറ്റിയെന്ന് ചോദിക്കണേ. പെരയൊക്കെ മൊത്തം കുറുങ്ങായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 1 മണിയായിട്ടുണ്ടാവും ആ സമയത്ത്. എന്തുട്ടാ സംഭവം അറിയാൻ പാടില്ലായിരുന്നു. പെട്ടെന്നുള്ള ഇതൊരു മുന്നറിയിപ്പില്ല. അത് എന്തുട്ടാ പൊട്ടണേന്ന് ആർക്കാ പിടി. അപ്പൊ ഭൂമി കുലുക്കം പോലെ ആകെ കുലുങ്ങിന്ന് കിടന്നോർത്തുന്ന്. ഒരു നിയന്ത്രണവുമില്ലാതെ നടത്തുന്ന വൻ സ്ഫോടനങ്ങളുടെ നടുക്കങ്ങൾ മാത്രമല്ല ചുള്ളിയിൽ ജീവിതം ദുസ്സഹമാക്കുന്നത്. പാറമണൽ കമ്പനിയിൽ നിന്നുയരുന്ന പൊടി കൃഷിയെയും പ്രത്യേകിച്ച് റബ്ബറിനെയും ബാധിച്ചു. പാറപ്പൊടി അടിഞ്ഞുകൂടിയതിനാൽ കന്നുകാലികൾക്ക് പുല്ല് തിന്നാൻ പറ്റാതായി. ജലസ്രോതസ്സുകൾ മലിനപ്പെട്ടു. ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ കാരണം നാട്ടുകാർക്ക് സമാധാനമായി വഴി നടക്കാൻ വയ്യാതായി. ഈ വിവരങ്ങൾ കൂരുമലക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ചുള്ളി സന്ദർശിച്ചു വന്ന കൂരുമലക്കാരും മണൽ കമ്പനി കൊണ്ട് ദുരിതത്തിലായ ചുള്ളിക്കാരുടെ പ്രതിനിധികളും ചില പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് 2005 ഓഗസ്റ്റ് 17-ന് കൂരുമലയ്ക്ക് ചുറ്റും ഒരു കാൽനട ജാഥ നടത്തി നാട്ടുകാരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അവര് കുഴൽക്കിണർ അടിക്കുന്ന വലിയ ബോർവെല്ല് അടിക്കുന്ന മെഷീൻ ഉപയോഗിച്ച് 12 കുഴികൾ ഏകദേശം 20 മീറ്റർ